നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മെസ്സി ദേഹത്ത് ക്യാമറ ധരിച്ചുകൊണ്ട് കളിക്കാൻ ഇറങ്ങുന്നു. ഇനി മെസ്സി കാണുന്ന പോലെ നമുക്കും കാണാം. എന്തൊക്കെ ബഹളമായിരുന്നു പല മാധ്യമങ്ങളും പടച്ചുവിട്ടത്. നമ്മൾ ആ വാർത്ത കൊടുത്തിട്ടില്ല, നീ തന്നെയല്ലേ അത് പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് കമൻ്റ് ഇടാൻ വരണ്ട. അത് ഇടാൻ വേണ്ടി ചില ആളുകൾ കമൻ്റ് ഇടാൻ പോയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു വീഡിയോ, അങ്ങനെ ഒരു വാർത്ത നമ്മൾ ചെയ്തിട്ടില്ല. കാരണം അതിൽ നമുക്ക് വിശ്വസനീയമായ സോഴ്സുകളിൽ ആ വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കൂടുതൽ വ്യക്തത വരികയാണ്. എന്തൊക്കെയായിരുന്നു? മെസ്സി ഇനി കളിക്കളത്തിൽ ക്യാമറാമാനുമാണ്. മെസ്സി കാണുന്ന പോലെ നമുക്കും കളി കാണാം. എടോ, ഇത് നേരത്തെ തന്നെ MLS ചെയ്തിരുന്ന ഒരു പരിപാടിയാണ്. അത് വീണ്ടും അവർ പുനരാവിഷ്കരിക്കാൻ ഡെഡിക്കേറ്റഡ് മെസ്സി ക്യാമാണ് വരാൻ പോകുന്നത്. ഓഗസ്റ്റ് 2 മത്സരത്തിൽ അതാണ് ഉണ്ടാവുക. ആ കാര്യം ഇപ്പോൾ കൺഫേംഡ് ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഇത്തരത്തിൽ വാർത്ത കൊടുത്തിരുന്നല്ലോ, മെസ്സി വിൽ പ്ലേ വിത്ത് എ ക്യാമറ ഓൺ ഹിസ് ബോഡി എന്ന് പറഞ്ഞുകൊണ്ട്. ദാറ്റ്സ് ഫേക്ക്. മെസ്സി വിൽ നോട്ട് പ്ലേ വിത്ത് എ ക്യാമറ ഓൺ ഹിസ് ബോഡി. അപ്പം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ, ഒരു എക്സ്ക്ലൂസീവ് ക്യാമറ മെസ്സിയെ ഫോളോ ചെയ്യും. മെസ്സിയെ ട്രാക്ക് ചെയ്യുന്ന ഒരു ക്യാമറ ഉണ്ടാകും. അതിലൂടെ നമുക്ക് മെസ്സിയുടെ ഓരോ മൊമെൻറ്റ്സും, ആ കളിക്കളത്തിൽ അവിടെ മെസ്സി ചെലവഴിക്കുന്ന ഓരോ മൊമെൻറ്റ്സും നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. എൻ്റർ ദി ഗെയിം കാണാൻ പറ്റും. എന്നല്ലാതെ മെസ്സിയുടെ ദേഹത്ത് ക്യാമറ വെച്ചിട്ട് മെസ്സി കാണുന്ന പോലെ ഇങ്ങനെ കാണിക്കുകയല്ല. മെസ്സി എന്തൊക്കെയാണ് കളിക്കളത്തിൽ ചെയ്യുന്നതെന്നുള്ളത് ഓരോ മൊമെൻറ്റ്സിലും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള ഡെഡിക്കേറ്റഡ് ക്യാമറ നേരത്തെ ഉണ്ടായിരുന്നത് അത് വീണ്ടും റീഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ടിക്ടോക്കിലൂടെയാണ് അത് കാണാൻ പറ്റുക. ഏതായാലും ഈ കാര്യത്തിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തന്നെ അധികൃതർ കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. MLS-ൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ഓഫ് മീഡിയ സേത്ത് ബേക്കൺ പറഞ്ഞ വാക്കുകൾ, വി ആർ ബ്രിങ്ങിങ് ഫാൻസ് ഈവൻ ക്ലോസർ ടു വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് പ്ലെയർ ഓഫ് ഓൾ ടൈം ഇൻ എ വേ that's dynamic, immersive and made for the next generation of fans. We are proud to keep innovating with partners like Apple, TikTok to create unforgettable moments എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. അതായത് ഇവിടെ സംഭവിക്കുന്നത് ഒരു പ്ലെയർ സ്പോട്ട്ലൈറ്റ് മെസ്സി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങളുണ്ടാവും. മെസ്സി എന്തൊക്കെ ചെയ്യുന്നു അത് കൃത്യമായിട്ട് നമുക്ക് ടിക്ടോക്കിലൂടെ അതുപോലെ ആപ്പിൾ TV-യിലൂടെ ഒക്കെ കാണാൻ പറ്റും എന്നുള്ളതാണ് ഇതിൽ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് നേരത്തെ ഒക്ടോബർ 2024 ഒരു പ്ലേ ഓഫ് ഓപ്പണറിൽ അറ്റ്ലാന്റ യുണൈറ്റഡിനെതിരെയുള്ള മത്സരത്തിൽ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. MLS-ൻ്റെയും അതുപോലെ ക്ലബിൻ്റെയും ടിക്ടോക്ക് പേജസിൽ നമുക്കിത് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് അതുപോലെ ഇനി സെലക്റ്റഡ് മത്സരങ്ങളിൽ ഇത് ചെയ്യാൻ പോവുകയാണ്. ഓഗസ്റ്റ് 2 നടക്കുന്ന മത്സരത്തിലാണ് വീണ്ടും റീഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.